ഹലോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എന്നെ ഫോട്ടോഷൂട്ട് ചെയ്തിട്ട് ബാക്കിയുള്ളതൊക്കെ ഞാൻ പറയാതെ. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത് കണ്ടോ, പുല്ല് നല്ലവണ്ണം കാട് കയറി കിടക്കുകയാണ്. ഇവിടെയൊക്കെ ഞാൻ ഒരുവിധം ഓക്കെ ആക്കി. അവിടെയൊക്കെ കാടായിരുന്നേ, അങ്ങോട്ടൊക്കെ നല്ലോണം കാടാ. പിന്നെ അപ്പോൾ ചെറിയത് കണ്ടോ, മുറ്റത്ത് വരെ പുല്ല. ചെറിയ പുല്ലൊന്നും പറിക്കാനായിട്ട് ഭയങ്കര പാടാണ്. അതിൻ്റെ കൂടെ മണ്ണും പോരും. ഇടയ്ക്ക് കയ്യിൽ മുള്ളും കുത്തി കയറും. കാരണം ഈ ഇവിടെ എന്താണ് ഗൈസ്, മുള്ളൻചീര എന്ന് പറയുന്ന ചീരയുണ്ട്. അപ്പോൾ അത് ഇതിൽ ചെറിയ ഇത് തുടങ്ങി വലുതൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അറിയാണ്ട് അതിലൊക്കെ കയറി പിടിക്കുമ്പോൾ കൈയൊക്കെ വേദന എടുക്കും. കുറേ നാൾ, ഇപ്പോൾ ഒരാഴ്ച ഞാൻ ഇതിൻ്റെ പുറകെ നടക്കണം. എൻ്റെ കൈയൊക്കെ ആകെ തൊലി പോയിരിക്കുക. നമ്മൾ സാധാരണ മണ്ണും കൊണ്ട് കിളക്കുന്നത് പോലെ ഒന്നും പറ്റില്ല. എന്താ കൈ ഇരിക്കണത്? അവളുടേതായിട്ട് ഭാഷയാണ് അവളാ പറയണത്. അവിടെ ഞാനിങ്ങനെ പുല്ല് പറിക്കുമ്പോൾ അവൾ ഇവിടേക്ക് നടക്കും. ഞാനൊരു കണ്ണ് കൊടുക്കുന്നുണ്ട്. കൊച്ചു ബോറടിക്കണ്ടല്ലോ എന്നോർത്ത് പെൺപിള്ള പറഞ്ഞി കൊറേയൊക്കെ കരഞ്ഞു കാണിക്കും. പിന്നെ കൊച്ചിന് മനസ്സിലാവും പുല്ല് പറിക്കണോ. അങ്ങനെ കൊച്ചു തന്നെ കളിക്കാൻ ഇറങ്ങിയാണേ. മൊത്തം പറിക്കണേ. പിന്നെ അവിടെ കിടന്നുവെച്ച ഒരു കുപ്പിയും ചെയ്ത പാത്രമാണ്. പറഞ്ഞിട്ട് കേൾക്കണില്ല. ആരും പറഞ്ഞാൽ കേൾക്കില്ല. ഇപ്പോൾ ഓരോ നേരത്തെ ഓരോ തോന്നില്ല. അതിനോടൊപ്പം ഞാനും അത് ഇന്ന് കൊടുക്കുകയില്ല. അത് ഇത് ചെയ്യും. പിന്നെ ഞാൻ പുല്ല് പറിക്കാൻ തുടങ്ങി. അത് കുറേ നേരമൊക്കെ റെസ്റ്റ് ചെയ്യും. എന്ന് വെച്ചാൽ എനിക്ക് അത്രയ്ക്ക് വലിയ ഇഷ്ടമല്ല പണിയല്ല ഈ പുല്ല് പറിക്കൽ. മണ്ണും കൂടെ പോകുന്നത് കൊണ്ട് നമുക്ക് അത്ര ഇതില്ല. പിന്നെ അതും കുടഞ്ഞ് കളഞ്ഞിട്ട് വേണം ആ പുല്ലൊക്കെ മാറ്റിയിടാനായിട്ട്. അപ്പോൾ ഇന്നലെയൊക്കെ ഞാൻ ഒരുവിധം കാടൊക്കെ വൃത്തിയാക്കി അവിടെയൊക്കെ ചവറിട്ട് കത്തിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ കാണുമ്പോൾ ഒരു ആശ്വാസം തോന്നണതുകൊണ്ട് പിന്നെ ഞാൻ മെനക്കെട്ട് ഇറങ്ങണതാണ്. പിന്നെ അവസാനം കാണിച്ചു തരുത് ഒരു പാവാടയിട്ട് ഇങ്ങനെ ചിന്താവിഷ്ടമായിട്ട് ഇങ്ങനെ ഇരിക്കുക. ഇനി അടുത്ത് എന്ത് പനി ഒപ്പിക്കണമെന്ന്.